ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ. ഇന്ന് സാറ് വന്നിട്ടുള്ളത് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ പവർ ഹവറുമായിട്ടാണ്. എന്താണ് പവർ ഹവർ? ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് തന്നാൽ മതി. 10 മിനിറ്റ് കൊണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ മാർക്കും സാറ് വാങ്ങിത്തരാം. ഇവിടെ നോക്കിക്കോളി, ഒന്നാമത്തെ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ ആദ്യം പഠിക്കേണ്ടത്. എന്താണ് ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങുക, ഇഷ്ടപ്പെട്ട ഒരു നമ്പറിൽ തുടങ്ങാം, എന്നിട്ട് അതിനോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. ഞാനിപ്പോൾ ഇവിടെ 2 ആണ് എടുക്കുന്നത് കേട്ടോ. തുടങ്ങുന്ന നമ്പർ 2 ആണ്. ആ 2വിനോട് ഞാൻ 3 ആഡ് ചെയ്ത് പോവാണ്. 5, 8, 11 എക്സെട്ര. ഇതിന് പറയുന്ന പേരാണ് എന്ത്? അരിത്തമെറ്റിക് സീക്വൻസ്. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി ഒരേ നമ്പർ കൂട്ടി പോകുന്നതിന് പറയുന്ന പേരാണ് എന്ത്? അരിത്തമെറ്റിക് സീക്വൻസ്, അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയും. എന്തെന്ന് പറയും? സമാന്തര ശ്രേണി. ഇനിയുണ്ടല്ലോ മക്കളെ, ഇവിടെ തുടങ്ങുന്ന നമ്പർ, ഇവിടെ തുടങ്ങിയ നമ്പറില്ലേ, ഇവിടെ തുടങ്ങിയ നമ്പർ ആരാ? തുടങ്ങിയ നമ്പർ 2 ആണ് സാറേ. ആ തുടങ്ങുന്ന നമ്പറിന് പറയുന്ന പേരാണ് ഫസ്റ്റ് ടേം. എന്ത് ടേം? ഫസ്റ്റ് ടേം. ആദ്യ പദം. എന്ത് പദം? ആദ്യ പദം. യെസ്. ഇനി ഇവിടെ കൂട്ടി പോയ നമ്പറില്ലേ, നമ്മൾ 2നോട് 3 കൂട്ടി, 5നോട് 3 കൂട്ടി, 8നോട് 3 കൂട്ടി. ആ കൂട്ടി പോയ നമ്പറിന് പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഡി എന്ന് പറയും. എന്തെന്ന് പറയും? ഡി എന്ന് പറയും. അപ്പൊ എഫ് എന്താ, ഡി എന്താന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഇതിന് എഫ് തന്നെ എഴുതണം നിർബന്ധമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എന്ന് എഴുതാം, അതുപോലെ തന്നെ ഡിക്ക് പകരം കോമൺ ഡിഫറൻസ് എന്ന് എഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏതായാലും നമുക്കത് സിമ്പിളായിട്ട് ആൻസർ ഷീറ്റിലൊക്കെ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലത് എന്ത് തന്നെയാണോ? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസിനെയും എഫും ഡിയുമായിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇനി ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആദ്യത്തെ ടേം ഏതാ നോക്കി ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡി എങ്ങനെ കണ്ടുപിടിക്കുക? ഡി എന്ന് പറയുമ്പം തൊട്ട് മുമ്പുള്ളത് രണ്ടാമത്തെ ടേമിൽ നിന്നും ഒന്നാമത്തെ ടേം 5 - 2 ചെയ്താൽ പോരെ? 3 കിട്ടി. വേറെ വഴി എന്താ? മൂന്നാമത്തെ ടേമിൽ നിന്നും രണ്ടാമത്തെ ടേം കുറച്ചാൽ പോരെ? മൂന്നാമത്തെ ടേം 8 - 5 എത്രയാടാ? 3. കണ്ടോ? ഈ രീതിയിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ ഞാൻ ഒരു വേറെ ഫോമിൽ ഇതാണ്. അതായത് നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇതിനെ ഡിനോട്ട് ചെയ്യാറ്, ഫസ്റ്റ് ടേമിനെ എഫ് എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ x1 എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് x2 എന്ന് എഴുതി വെക്കാം, x3 എന്ന് എഴുതി വെക്കാം. ഇതൊക്കെ എന്താ സാധനം? x1, x2, x3, x4 എന്നൊക്കെ പറയുന്നത് എന്താണ്? x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, x2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ അടിയിൽ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ ടേം. എക്സിൻ്റെ അടിയിൽ 3 ഉണ്ട്, അപ്പോൾ മൂന്നാമത്തെ ടേം. ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഇതിനെ നമ്മൾ ടേം എന്നാണ് വിളിക്കാറ്. എന്തെന്നാണ് വിളിക്കാറ്? ടേം എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ ആളുടെ പൊസിഷൻ എന്ന് പറയുന്നത് 1 ആണ്, രണ്ടാമത്തെ ആളുടെ പൊസിഷൻ 2 ആണ്, മൂന്നാമത്തെ ആളുടെ പൊസിഷൻ 3 ആണ്. ഇങ്ങനെ പൊസിഷനും താഴ്ത്തു പോകും. ഈ മുകളിലുള്ള സാധനം ടേം ആണ് കേട്ടോ. ഇത് നമുക്ക് ആവശ്യം വരാറുണ്ട്. ചില ക്വസ്റ്റ്യനൊക്കെ വരെ എങ്ങനെയാണ്? ഫസ്റ്റ് പൊസിഷനിലുള്ള ആൾ, ഫസ്റ്റ് പൊസിഷനിലുള്ള ആൾ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. സെക്കൻഡ് പൊസിഷനിലുള്ള ആൾ 6 ആണ്. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനുകളിൽ എന്താക്കും? ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് അടുത്ത ടോപ്പിക്ക്, അതായത് ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഏറ്റവും വൃത്തിക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് ഫസ്റ്റ് ടേം, എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാനും ചിലപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, അത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവാത്തതിന് ഈ പാഠം തന്നെ മനസ്സിലാവില്ല. കാരണം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് തുടങ്ങുന്ന നമ്പറാണ്. കൂട്ടി പോകുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്, അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഈ 2 സാധനം അറിയാണ്ട് നമുക്ക് ഈ പാഠം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പാഠം മാത്രമല്ല, മൂന്നാമത്തെ പാഠവും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, എങ്ങനെയാണ് ഡിയും എഫും കണ്ടുപിടിക്കാമെന്ന്. ഡി കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് നമ്മളിവിടെ പറഞ്ഞു അല്ലേ? തൊട്ടടുത്തുള്ള പദങ്ങൾ കുറച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ വേറൊരു രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 5th ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 30 ആണ്, അതുപോലെ തന്നെ 8th ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 42 ആണെന്ന് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഡി കണ്ടുപിടിക്കാനുള്ള മെത്തേഡായിരുന്നു സാറിന് പണ്ട് പറഞ്ഞു, ബപ്പച്ചി പറഞ്ഞു കേരള കോണീന്ന്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 5th ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 30, 8th ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 42. ഇതൊരു പാരഗ്രാഫായിട്ട് അതിരാ, അത് നമ്മൾ എന്താക്കി മാറ്റണ്ടാ? ഈ രീതിയിൽ എഴുതണം. 5th ടേം ഈസ് ഈക്വൽ ടു 30, 8th ടേം ഈസ് ഈക്വൽ ടു 42 എന്ന് എഴുതിയാൽ
നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ടത് എന്താണ്? ബാപ്പച്ചി കോണി കയറാൻ പറഞ്ഞു. രാവിലെ തന്നെ ബാപ്പച്ചി ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ ബാപ്പച്ചി പറഞ്ഞതാണ് കയറടാ കോണി എന്ന്. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ വലത്തെ കാലെടുത്ത് മുകളിലോട്ട് വെക്കുക, സെക്കൻഡ് ഇടത്തെ കാലെടുത്ത് മുകളിലോട്ട് വെക്കുക. യെസ്, ഫസ്റ്റ് വലത്തെ കാലെടുത്ത് മുകളിലോട്ട് വെക്കുന്നു, പിന്നെ ഇടത്തെ കാലെടുത്ത് മുകളിലോട്ട് വെക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക ഒന്ന് പറഞ്ഞേ? 42-ൽ നിന്നും 30 കുറയ്ക്കുക. 42 - 30 ഡിവൈഡഡ് ബൈ 8 - 5. 42-ൽ നിന്നും 30 കുറച്ചാൽ എത്രയാണ്? 42-ൽ നിന്നും 30 കുറച്ചാൽ എത്രയാണ്? 12 ആണ്. ഡിവൈഡഡ് ബൈ 8 - 5 എത്രയാണ്? 8-ൽ നിന്നും 5 കുറച്ചാൽ 3 ആണ്. 12-ൽ എത്ര 3 ഉണ്ടടാ? 12-ൽ എത്ര 3 ഉണ്ട്? 12-ൽ 4 ആണ്. സോ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യണോ? ദാ ഇവിടെ നോക്കി വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. ദാ തേർഡ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 30 ആൻഡ് ഫിഫ്ത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 50. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഡി കണ്ടുപിടിക്കാൻ വളരെ ഈസി അല്ലേ? ഡി ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് ഡി കണ്ടുപിടിക്കുക? ബാപ്പച്ചി പറഞ്ഞു കയറടാ കോണി. അതായത് ബാപ്പച്ചി കോണി കയറിയൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ഇതിൽ വലത്തെ സൈഡിലുള്ളത് ആദ്യം കുറയ്ക്കുക, അടിയിൽ ഡിവൈഡഡ് ബൈ അടിയിൽ ഇടത്തെ സൈഡിലുള്ളത് കുറയ്ക്കുക. സോ നോക്കിയേ, 50 - 30 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് വലത്തെ സൈഡിലെ 50-ൽ നിന്നും 30 കുറച്ചു. നെക്സ്റ്റ് അതിൻ്റെ അടിയിൽ എന്താണ്? 5 - 3. 50-ൽ നിന്നും 30 കുറച്ചാൽ എത്രയാ? 20 ഡിവൈഡഡ് ബൈ 5-ൽ നിന്നും 3 കുറച്ചാൽ എത്രയാ? 2 ആണ്. 20-ൽ എത്ര 2 ഉണ്ടടാ? 20-ൽ 10 2s ആണ്. കോമൺ ഡിഫറൻസ് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡി കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? എടാ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞുതരാം. എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്? നമുക്ക് ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമ്മുടെ കയ്യിലുള്ളത് 5ാമത്തെ ടേമാണ്. ഇതാ 5 ടേം. ഇതിൽ ഈ മുന്നിലുള്ള 4 സാധനം കുറഞ്ഞാൽ മതി. നോക്കണേ, 1ലേക്ക് എത്തി. ഒന്ന് നോക്കണേ, 5 ടേം ഉണ്ട്. അതിൽ ആദ്യത്തെ 4 എണ്ണം കുറച്ചു. വിരൽ നിൽക്കാൻ ഭയങ്കര പണിയാണ്. യെസ്, ഇത് 4 എണ്ണം കുറച്ചു. അത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടേം കിട്ടിയില്ലേ? നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ടേം ഉണ്ട് ഇവിടെ, സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്, ഫോർത്ത് ടേം ഉണ്ട്, ഫിഫ്ത്ത് ടേം ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഫിഫ്ത്ത് ടേമിൽ നിന്നും ഞാൻ ഒരു പ്രാവശ്യം ഡി കുറച്ചു, ഒരു പ്രാവശ്യം കൂടി ഡി കുറച്ചു, ഒരു പ്രാവശ്യം കൂടി ഡി കുറച്ചു, ഒരു പ്രാവശ്യം കൂടി കുറച്ചു. എത്ര ഡി കുറച്ചു ഇവിടെ? 4 പ്രാവശ്യം ഡി കുറച്ചപ്പോഴല്ലേ നമ്മൾ 1ാമത്തെ ടേമിൽ എത്തിയത്. അപ്പോൾ നമുക്ക് 1ാമത്തെ ടേം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 5ാമത്തെ ടേമിൽ നിന്നും, നമ്മുടെ കയ്യിൽ 5ാമത്തെ ടേമാണ് ഉള്ളത്, ഇതാ 5ാമത്തെ ടേമാണ് കയ്യിലുള്ളത്. 5ാമത്തെ ടേമിൽ നിന്നും എത്ര ഡി കുറയ്ക്കണം? 4 ഡി കുറയ്ക്കണടാ. എത്ര ഡി കുറയ്ക്കണം? 4 ഡി കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടൂലേ? നോക്കി, 5ാമത്തെ ടേം ആരാ? 5ാമത്തെ ടേം 30. 30 - 4 ഇൻറ്റു ഡി ആരാ? കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചതാ 4 ആണ്. സോ 4 × 4. 30-ൽ നിന്നും ഞാൻ 4 × 4 ആയിട്ടുള്ള 16 കുറയ്ക്കുന്നു. 30-ൽ നിന്നും 16 കുറച്ചാൽ എത്രയാടാ? 14 അല്ലേ ആൻസർ? കൊള്ളാലോ കളി. ഇനി വേറൊരു രീതിയിലൂടെ കാണാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിട്ടോ, രണ്ടും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കണേ, എൻ്റെ കയ്യിൽ 8th ടേം ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, x1 ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 8ാമത്തെ ടേമിൽ നിന്നും ഞാൻ എത്ര ഡി കുറയ്ക്കണടാ? 8ാമത്തെ ടേമാണ് എൻ്റെ കയ്യിൽ. വേറുള്ളൊരു സാധനം കണ്ടോ, 8ാമത്തെ ടേമിൽ നിന്നും കുറച്ചാലും മതി. 5ാമത്തേന്ന് തന്നെ കുറയ്ക്കണം എന്ന് ഒരു നിർബന്ധമില്ല. 8ാമത്തെ ടേമിൽ നിന്നും കുറയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ 8 1ലേക്ക് എത്തണം. 8 1ലേക്ക് എത്തണം. 1ാമത്തേലേക്ക് എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 7 പ്രാവശ്യം ഡി കുറയ്ക്കണം. മനസ്സിലായിട്ടുണ്ടോ? ഇക്വേഷൻ ഉണ്ടാക്കാൻ പഠിച്ചോ? അതാ 1ാമത്തെ ടേമിലേക്ക് എത്താൻ വേണ്ടി 8ാമത്തെ ടേമിൽ നിന്നും 7 പ്രാവശ്യം ഡി കുറച്ചാൽ മതി. അത് ഈ ഇക്വേഷൻ ആയതുകൊണ്ടാണ്. യെസ്, മൂവ് ഇൻ ടു ദ നെക്സ്റ്റ്. ഇതാ പറഞ്ഞോളി, 8ാമത്തെ ടേം ആരാ? 8ാമത്തെ ടേം നമ്മുടെ ക്വസ്റ്റ്യനിൽ 42 എന്ന് പറഞ്ഞിട്ടുണ്ട്. -7 ഇൻറ്റു ഡി ആരാണ്? ഡി എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? എന്നാ നോക്കിയേ, 42-ൽ നിന്നും 7 × 4. 7 4s എത്രയാടാ? 42 - 28 അല്ലേ? അപ്പം ഞാൻ 42-ൽ നിന്നും ആരെ കുറയ്ക്കണം? 28 കുറയ്ക്കണം അല്ലേ? അപ്പോൾ എത്ര വരും എനിക്ക്? ആൻസർ 14 എന്ന ആൻസർ കിട്ടും. എടാ നോക്കടാ, ഇവിടെ ആൻസർ 14, ഇവിടെ ആൻസർ 14. അതെന്താ സാറേ അങ്ങനെ വന്നത്? അങ്ങനെ വരാൻ പാടുണ്ടോ? പാടുണ്ട്. കാരണം ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് ഒരു ഫസ്റ്റ് ടേമേ ഉണ്ടാവുള്ളൂ. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് ഒരു ഫസ്റ്റ് ടേമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ 5ാമത്തെ ടേമിൽ നിന്നും കണ്ടുപിടിച്ചാലും ശരി, 8ാമത്തെ ടേമിൽ നിന്നും കണ്ടുപിടിച്ചാലും ശരി, ഫസ്റ്റ് ടേം എത്ര ഉണ്ടാവുള്ളൂ? ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് എത്ര ഉണ്ടാവുള്ളൂ? ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. അതിൽ സംശയം പാടില്ല. സോ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലാത്ത ഒരു ഒറ്റ പ്രാവശ്യം കൂടി നോക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ, വേറൊരു എക്സാമ്പിൾ ആണ്. എൻ്റെ കയ്യിൽ 100ാമത്തെ ടേം ഉണ്ട്. ഇക്വേഷൻ ഉണ്ടാക്കാൻ മാത്രമേ പറയൂ കേട്ടോ. അതാ എൻ്റെ കയ്യിൽ 100ാമത്തെ ടേം ഉണ്ട്. 100ാമത്തെ ടേമിൽ നിന്നും ഞാൻ ഫസ്റ്റ് ടേമിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണടാ? 99 പ്രാവശ്യം ഡി കുറയ്ക്കണം. 100 1ലേക്ക് എത്തണമെങ്കിൽ 99 പ്രാവശ്യം ഡി കുറയ്ക്കണം. ഇതാണ് ആ മെത്തേഡ്. ഇനി ഇതേ ഭാഗത്തു നിന്നും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, 5ാമത്തെ ടേം
കണ്ടുപിടിക്കണം. എൻ്റെ കയ്യിൽ മൂന്നാമത്തെ ടേമാണുള്ളത്. എത്രാമത്തെ ടേമാണുള്ളത്? മൂന്നാമത്തെ ടേം. x3 എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ ടേമാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് x5 ആണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ ടേമിനോട് 2d കൂട്ടിയാൽ മതി. മൂന്നാമത്തെ ടേമിനും 2d കൂട്ടുക. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ x25 കണ്ടുപിടിക്കണം. എൻ്റെ കയ്യിൽ x5 ആണുള്ളത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അഞ്ചാമത്തെ ടേമിനും 25ാമത്തെ ടേമിലേക്ക് എത്തണം. എത്ര d കൂട്ടണം? 20d കൂട്ടണം. ഹൈ, കണ്ടോ? ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക. സംഭവം സിമ്പിൾ അല്ലേ? ഇനി നോക്കി, x100 കണ്ടുപിടിക്കണം. എൻ്റെ കയ്യിൽ ഫസ്റ്റ് ടേം ഉള്ളത്. ഒന്നാമത്തെ ടേമിൽ നിന്ന് 100ലേക്ക് എത്തണം. കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ? കൂട്ടണം. എന്താക്കണം? കൂട്ടണം. എത്ര d കൂട്ടണം? 99 900d കോമൺ ഡിഫറൻസ് കൂട്ടണം. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പോയിന്റ്. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. ഈസ് എ ടേം ഓർ നോട്ട്? ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കട്ടെ. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ അല്ലേ എന്ന് നിങ്ങൾ എന്താക്കണം? നോക്കണം. എന്തായാലും ഈ പറയുന്ന ഓണപരീക്ഷയ്ക്ക് ഇതൊരു ചോദ്യമല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ പോകുന്നില്ല. 100% നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ. എത്ര പെർസെൻറ്റേജ്? 100% നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ ഈ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉണ്ടാവും എന്നുള്ളത്. ബെറ്റ് വെക്കണോ? ഞാൻ കുട്ടികളോട് ബെറ്റ് വെക്കാറുള്ള ഒരു സാറും കൂടിയാണ്. എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് അറിയാം. ഏതായാലും ഇവിടെ നോക്കി, നമ്മൾ 100% ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്, ടേം ആണോ അല്ലേ എന്നുള്ളത്. ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് സാറ് പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിവിടെ എടുക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏത് ടേമിന്, ഒന്നാമത്തെ ടേമിന് എടുത്താലും രണ്ടാമത്തെ ടേമിന് എടുത്താലും മൂന്നാമത്തെ ടേമിന് എടുത്താലും നാലാമത്തെ ടേമിന് എടുത്താലും 100ാമത്തെ ടേം എടുത്താലും കുഴപ്പമില്ലടാ. ഏത് ടേമിന് എടുത്തിട്ടോ അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കണേ. 2, 5, 8 എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിൽ 2നെ ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ആദ്യൻ്റെ കോമൺ ഡിഫറൻസ് എത്ര എന്ന് പറയണം. ആരാതിൻ്റെ കോമൺ ഡിഫറൻസ്? 3 അല്ലേ നമ്മൾ കൂട്ടി പോയത്. സോ കോമൺ ഡിഫറൻസ് എടുത്ത് ചെയ്താൽ എന്നിട്ട് ഞാൻ 2നെ ഡിവൈഡ് ചെയ്യുന്നു. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ടൈംസ് പോകും. 0, ബാക്കി റിമൈൻഡർ 2. എന്നാൽ 5നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 5നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5ൽ എത്ര 3 ഉണ്ട്? 1, 3 ടൈംസ്, ബാക്കി റിമൈൻഡർ 2. കണ്ടോ? ഇനി 8നെ ഡിവൈഡ് ചെയ്യുന്നു. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8ൽ 3 എത്ര പ്രാവശ്യം ഉണ്ട്? 2 ടൈംസ്, 6, ബാക്കി റിമൈൻഡർ 2. കണ്ടോ? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 3 ടേമിനെ ഡിവൈഡ് ചെയ്തപ്പോഴും എനിക്ക് റിമൈൻഡർ എത്ര കിട്ടിയത്? 3 ആ കിട്ടിയത്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഏത് ടേമിനെ എടുത്ത് നിങ്ങൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്തേ കിട്ടുള്ളൂ? സെയിം റിമൈൻഡറേ കിട്ടുള്ളൂ. യെസ്, മൂവിങ് ടു ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. പരീക്ഷയ്ക്ക് ഇതെങ്ങനെ വരും എന്നുള്ളത് ഇതാ പിടിച്ചോളി. 5, 9, അതുപോലെ തന്നെ 13 എക്സെട്ര എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ 101 ഒരു ടേം ആണോ എന്നാണ് ചോദ്യം. 101 ടേം ആണോ അല്ലേ എന്നാണ് ചോദിച്ചത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏത് ടേമിനെ എടുക്കട്ടോ, ഫസ്റ്റ് ടേമിനെ, സെക്കൻഡ് ടേമിനെ, തേർഡ് ടേമിനെ, ഏതിന് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ എപ്പോഴും സെക്കൻഡ് ടേമിന് എടുക്കുന്നതാണ് നല്ലത്. എത്രാമത്തെ ടേമിന് എടുക്കുന്നതാണ് നല്ലത്? സെക്കൻഡ് ടേമിന്. സോ ഞാൻ സെക്കൻഡ് ടേം ആയിട്ടുള്ള 9നെ, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആരാ? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് 4 ആണ്. ഈ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 9ൽ എത്ര 4 ഉണ്ടടാ? 9ൽ ഒരു 1, 2 ഉണ്ട്. സാറേ 2 4 ഉണ്ട്. യെസ്, 2 4 ഉണ്ട്. സോ 9ൽ 2 4 ദാറ്റ് ഈസ് 8. 8 9ൽ നിന്നും കുറച്ചാൽ നമുക്ക് ബാക്കി റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടി. എന്ത് കിട്ടി? 1 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് 5നെയും 13നെയും ഒക്കെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തിന് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ 1 കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ടേമിനെ എടുത്ത് നോക്കി. നെക്സ്റ്റ് 101നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10ൽ എത്ര 4 ഉണ്ടടാ? 2 ടൈംസ്, 8, ബാക്കി റിമൈൻഡർ 2. ഈ 1നെ താഴെ എഴുതിയെടുക്കുന്നു. 21ൽ എത്ര 4 ഉണ്ട്? 21ൽ 5 ടൈംസ് 20, ബാക്കി റിമൈൻഡർ 1. കണ്ടോ? റിമൈൻഡർ സെയിം അല്ലേ? റിമൈൻഡർ സെയിം ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ ടേം എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടില്ലേ? എൻ്റെ പണ്ടിൻ്റെ സാറ് പഠിപ്പിച്ചു തന്നൊരു ചിത്രമാണ് കേട്ടത്. നിങ്ങളും പഠിക്കണമെങ്കിൽ പഠിക്കാം. വളരെ ഈസിയാണ്. 1001 ഇടുക. അതിൻ്റെ അടിയിൽ ഒരു 101 ഇടുക. ഒരു ചെറിയ വെട്ടുവിടുക. താഴത്തൊരു ചെറിയ റ, മുകളിലൊരു വലിയ റ. കണ്ടില്ല? സ്കൂളിലെ ടീച്ചർമാർ നോട്ടിലൊന്ന് വരച്ചേക്കരുത് കേട്ടോ. ഓൾക്കൊന്നും ഇഷ്ടപ്പെടില്ല, ചിലപ്പം ദേഷ്യം പിടിക്കും. സോ ഇവിടെ ശ്രദ്ധിക്കുക. ഇത് വേണമെങ്കിൽ പഠിച്ചാൽ മതി, നിർബന്ധമില്ല. പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട് അതിൻ്റെ അടിയിൽ. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ് പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. n ഈസ് ഈക്വൽ ടു xn മൈനസ് എഫ് ബൈ d പ്ലസ് 1. സ്കൂളിൽ ടീച്ചർമാരൊക്കെ ചിലപ്പം പറയുന്നത് പഠിക്കണ്ടെന്ന്.
പക്ഷേ ഇത് നിർബന്ധം ഒന്നാമത്തെ പാഠത്തിൽ ആവശ്യമില്ലെങ്കിലും മൂന്നാമത്തെ ചാപ്റ്ററിൽ നാലാമത്തെ ചാപ്റ്ററിൽ ഇതൊക്കെ എന്തായാലും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. n ഈസ് ഈക്വൽ ടു xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. ഹൈ താളം പോയല്ലോ. എവിടെ യെസ് ഇതാ പിടിച്ചോ. പൊസിഷൻ ഈസ് ഈക്വൽ ടു xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. എങ്ങനെയാ xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. എങ്ങനെയാ xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. എന്താണ് ഇവിടെ xn എന്ന് പറഞ്ഞാൽ? xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ടേം, അതിനാണ് നമ്മൾ എക്സ് എന്ന് പറയാം. എഫ് നിങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റ് ടേം ആദ്യ പദം. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എന്താടാ? എൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ. കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാടാ പൊസിഷൻ കണ്ടുപിടിക്കുക? നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാൻ നോക്കിയാലോ. യെസ്, ഒരു പൊസിഷനിലേക്ക് പോവാം. യെസ്, എവിടെ യെസ്, ഒരൊറ്റ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഇവിടെ നോക്കിയേ, നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഈ 101ൻ്റെ പൊസിഷൻ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ 101ന് നമ്മൾ xn എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ടേം ആണ് ആരാണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 5 അല്ലേ? ആണ്, 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരായിരുന്നു? ഇവിടുത്തെ കൂട്ടി പോയത് ആരായിരുന്നു? 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n ഈസ് ഈക്വൽ ടു xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. കുഴപ്പമുണ്ടോ? xn ആരാടാ? xn എന്ന് പറയുന്നത് 101 ആണ്. 101 മൈനസ് ഫസ്റ്റ് ടേം ആരാ? 5 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാടാ? 4 ആണ്, പ്ലസ് 1. 101ൽ നിന്നും ഞാൻ 5 കുറച്ചാൽ 96 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1. 96ൽ എത്ര 4 ഉണ്ടടാ? 24 പ്ലസ് 1. 24 പ്ലസ് 1 എത്ര? 25. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ 101 എന്ന് പറയുന്ന ഈ ഒരു സാധനം 25th ടേം ആണെന്ന് മനസ്സിലാക്കാം. എത്രാമത്തെ ടേമാണ്? 101 എന്ന് പറയുന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ 3, 9, 13 എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിലെ 25th ടേം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യെസ്, മൂവിങ് ടു ദ ലാസ്റ്റ് പോയിന്റ്, അവസാനത്തെ പോയിന്റ്. സമ്മും മിഡിൽ ടേം ഒക്കെ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് ഈ പാഠത്തിൽ. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം, ഞാൻ MT നാട്ടോ മിഡിൽ ടേം എഴുതുന്നത്, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മിഡിൽ ടേം ബൈ നമ്പർ ഓഫ് ടേംസ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സം ബൈ നമ്പർ ഓഫ് ടേംസ്. മലയാളത്തിൽ പറഞ്ഞ തുക ബൈ എണ്ണം. അപ്പോൾ ഇവിടെ മലയാളം അല്ലേ സാറേ? ഉണ്ട് സാറേ. തുക ഈസ് ഈക്വൽ ടു മധ്യപദം. MP എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് അല്ല കേട്ടോ, മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഇവിടേക്ക് വരുമ്പോൾ മധ്യപദം അല്ലെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്താ? സം ബൈ നമ്പർ ഓഫ് ടേംസ്, തുക ബൈ എണ്ണം എന്ന് പറയും. കുഴപ്പമില്ലല്ലോ. അത് വെച്ച് നമ്മൾ കുറേ പ്രോബ്ലംസ് നമ്മുടെ ഷോർട്സിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, മൂവിങ് ടു ദ തേർഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് വളരെ ഈസിയാണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ കുറച്ച് ടേമുകൾ x1, x2, x3, x4, x5, x6 ഇങ്ങനെ കുറച്ച് ടേമുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു, വെറുതെ വെച്ച് ഞാൻ ചോദിച്ചോ. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും തമ്മിൽ കപ്പിളായിരിക്കും. രണ്ടാമത്തെ ടേമും അഞ്ചാമത്തെ ടേമും തമ്മിൽ അടുത്ത കപ്പിളായിരിക്കും. മൂന്നാമത്തെ പേരും നാലാമത്തെ പേരും തമ്മിൽ അടുത്ത പേരായിരിക്കും, അടുത്ത കപ്പിളായിരിക്കും. മൂന്നാമത്തും നാലാമത്തും തമ്മിൽ അടുത്ത കപ്പിളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി എത്ര പേരാണ് വന്നത്? 3 പേരാണ് വന്നത്. ഈ 3 പേരും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് മൂന്നാമത്തെ പോയിന്റ്. x1 പ്ലസ് ആരാ x1ൻ്റെ കൂടെ പോയത്? x6 ആണ് പോയത്. അത് ആർക്ക് ഈക്വൽ ആയിരിക്കും? x2 പ്ലസ് x2ൻ്റെ കൂടെ പോയത് x5 ആണ്. x5 ഈക്വൽ ടു x3 പ്ലസ് x4. ഇവരൊക്കെ എന്തായിരിക്കും എന്നാ പറയുന്നത്? ഇവരൊക്കെ ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്. ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെയുള്ളൊരു പോയിന്റാണ് നാലാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവുക. ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന വീഡിയോസിൽ എന്തായാലും ഇട്ടിരിക്കും. സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യെസ്, കമ്മിങ് ബാക്ക്. നാലാമത്തെ പോയിന്റിലേക്ക് പോവാണ്. നാലാമത്തെ പോയിന്റ് x1, x2, x3, x4, x5. ഇവിടെ 5 ആൾക്കാരുള്ളതെന്ന് വിചാരിച്ചോ. ഇവിടെ ഒന്നാമത്തതും അഞ്ചാമത്തതും പേരായി, രണ്ടാമത്തതും നാലാമത്തതും പേരായി. പക്ഷെ നടുവിലൊരുത്തൻ ഒറ്റക്കായിപ്പോയി. ഇവൻ സിംഗിളാണോ? ഉസ്മാൻ സിംഗിളാണോ? ഉസ്മാൻ സിംഗിൾ അല്ല. ഇവിടെ നോക്കിക്കോളി, അവനൊരു പ്രത്യേകതയുണ്ട്. അവൻ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ പേരാക്കി വിട്ടപ്പോൾ x1നെയും x5നെയും പേരാക്കി വിട്ട്, x2നെയും x4നെയും പേരാക്കി വിട്ട്
ഇവരൊക്കെ ഈക്വൽ ആയിരുന്നു. ആർക്കാ ഈക്വൽ ആവുന്നതെന്നറിയോ? നടുവിൽ നിന്ന നമ്മുടെ ഉസ്മാനിന്റെ ഡബിളിനാണ് ഈക്വൽ ആവുന്നത്. നടുവിൽ നിന്ന നമ്മുടെ ഉസ്മാന്റെ ഡബിളിനാണ് ഈക്വൽ ആവുന്നത്. ഈ 4 പോയിന്റാണ് നമ്മുടെ പാഠത്തിൽ അവസാനത്തെ ഭാഗത്തായിട്ട് സം ആൻഡ് മിഡിൽ ടേം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും വർക്കൗട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് സാറ് വന്നിരിക്കും. അതുവരേക്കും പോയാലോ? പാഠം സെറ്റല്ലേ? പാഠം സെറ്റല്ലടാ. വളരെ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് ഒന്നാമത്തെ പാഠത്തിലെ മുഴുവൻ കണ്ടന്റ് നമ്മൾ ഇവിടെ പറഞ്ഞു. എക്സാമ്പിൾസോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഫീഡ്ബാക്ക് പറയാനുള്ളത് ആ ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടേ പറ്റുള്ളൂ. എന്നാലേ സാർക്ക് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് വരാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇറ്റ്സ് മീ സെനിങ് വാടകൻ സൈനിങ് ഓഫ് ഫ്രം RK Next. Bye bye. See you.